ഇന്ന് ഡിസംബർ മാസം 8-ാം തീയതിയാണ്. ക്രിസ്മസ് കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു തിരുനാളിൻ്റെ ദിവസമാണ് അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ. ലൂക്കായുടെ സുവിശേഷത്തിലെ ഗബ്രിയേൽ മാലാഖ സദ്വാർത്ത അറിയിക്കുന്നതിന് ഒരുക്കമായിട്ട് പറയുന്ന വാക്കുകൾ ഇപ്രകാരമാണ്: മറിയം എന്ന ഒരു സ്ത്രീയുടെ പക്കലേക്ക് അവൻ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. മറിയം എന്ന വാക്ക് മനോഹരമായിട്ടുള്ള അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. മറിയം എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പക്ഷെ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അർത്ഥം ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവള്, ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായിട്ടുള്ളവള്, ഏറ്റവും വൈശിഷ്ട്യമുള്ള ഒരു ജീവിതം. അതുകൊണ്ട് തന്നെ മാലാഖ അവളെ കുറിച്ച് പറഞ്ഞത്, നന്മ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഈ നന്മയുടെ ഒരു പൂക്കാലമാകട്ടെ ഈ ക്രിസ്മസ് കാലഘട്ടം. മറിയത്തെ കർമ്മൽ എന്ന് വിളിക്കുന്നുണ്ട്. കാർമൽ നമുക്കറിയാം ഒരു മലയാണ്. ആ വാക്കിൻ്റെ അർത്ഥം സുഹൃതങ്ങൾ സമൃദ്ധിയായിട്ട് നട്ട് നനച്ച് വളർത്തുന്ന പൂന്തോട്ടം എന്നാണ്. ഈ ക്രിസ്മസ് കാലഘട്ടം പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ കൊണ്ടാടുന്ന ഈ നല്ല ദിവസം നമുക്ക് മറിയത്തെ പോലെ ദൈവത്തിൻ്റെ മുൻപിൽ ഇഷ്ടപ്പെട്ടവരാകാം, നന്മ നിറഞ്ഞവരാകാം. നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തെ ഏറ്റവും വിശേഷപ്പെട്ടതാക്കാൻ പരിശ്രമിക്കാം. നമ്മൾ സുഹൃതങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു കാർമൽ തോട്ടം പോലെ നമ്മുടെ ജീവിതത്തെ ആക്കി തീർക്കണം. ഇന്ന് കരുണയുടെ വാതിൽ തുറക്കുന്ന ദിവസമാണ്. സുഹൃതങ്ങൾ നട്ട് നനയ്ക്കാൻ ഏറ്റവും ഉദാത്തമായിട്ടുള്ള മാർഗം കരുണയുടെ പ്രവർത്തികൾ കണ്ടെത്തുക, അത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു തീർക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.